സാധാരണഗതിയിൽ എല്ലാവരും യേശുവിൻ്റെ അടുത്താണ് രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ആദ്യമായിട്ട് ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ശിഷ്യന്മാരുടെ അടുത്ത് പോയി. അങ്ങനെയല്ലല്ലോ പോകേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനൊരു ഡൈവേർഷൻ? ആ ഡൈവേർഷന് കാരണം ഇതിനു മുമ്പുള്ള എക്സ്പീരിയൻസ് ആണ്. യേശു ഇവരെയൊക്കെ പലയിടങ്ങളിലായിട്ട് അയച്ചിട്ടുണ്ട്. അന്ന് അവർ പിശാചുക്കളെ പുറത്താക്കി ഒത്തിരി അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഒത്തിരി സൗഖ്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഹെഡിനെ കാണാൻ നിർബന്ധമൊന്നുമില്ല, ഡിസേബിൾസിനെ കണ്ടാലും മതി. അതുകൊണ്ട് അയാൾ ഈ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു. പക്ഷെ ഇപ്രാവശ്യം അവർ തോറ്റു. അവരെ കൊണ്ട് പറ്റിയില്ല. മാറി മാറി അവരെല്ലാവരും കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് നോക്കി, അസുഖം സുഖപ്പെട്ടില്ല. പല പ്രാർത്ഥനകളും ചൊല്ലി നോക്കി, ഒരു ഗുണം ഉണ്ടായില്ല. അവർ കണ്ണു മിഴിച്ച് വെറുതെ നിന്നു. ഈ സമയത്താണ് കാര്യങ്ങൾ ഏൽക്കുന്നില്ലെന്നറിഞ്ഞപ്പോൾ ഈ അപ്പൻ യേശുവിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ കൊണ്ടുവന്നത്. യേശു ഇതിന് ശേഷം ഒത്തിരി വഴക്ക് പറയുന്നുണ്ട് അവരെ. നിങ്ങളെന്താണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൽ അപ്പോഴും ഒരു ചോദ്യമുണ്ട്. ഇതിനു മുമ്പ് ഈ കൈ കൊണ്ടാണല്ലോ ഞങ്ങൾ അത്ഭുതം ചെയ്തത്, ഈ നാവ് കൊണ്ടാണല്ലോ പ്രാർത്ഥന ചൊല്ലിയത്. അന്നൊക്കെ ഉണ്ടായ ഒരു അത്ഭുതവും അടയാളങ്ങളും ഇപ്പം സംഭവിക്കാത്തതിന് കാരണം എന്താണ്? ഈ ചോദ്യത്തിൽ അവർ ചോദിച്ചപ്പോൾ യേശു ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു: അല്പവിശ്വാസം കൊണ്ട്. അതല്ലാതെ മറ്റെന്താണ് ഉത്തരം? അല്പവിശ്വാസം എങ്ങനെ സംഭവിച്ചെന്നറിയോ? അന്ന് യേശുവിൻ്റെ ഡയറക്ഷൻ കേട്ട് പലയിടങ്ങളിൽ പോയി സൗഖ്യവും അത്ഭുതങ്ങളൊക്കെ ചെയ്തപ്പോൾ അവർ ഫോക്കസ് ചെയ്ത് യേശുവിനെയായിരുന്നു. പിന്നീട് എപ്പോഴോ അവരവരിൽ തന്നെ ആശ്രയിച്ചു. അവർ യേശുവിനെ പ്രൊജക്റ്റ് ചെയ്യാതെ അവരെ പ്രൊജക്റ്റ് ചെയ്തു. അവരെ പ്രൊജക്റ്റ് ചെയ്ത സമയത്ത് കാര്യങ്ങൾ ക്ലിക്കായില്ല. പിന്നീട് അവരുടെ കൈകൾ സാധാരണക്കാരുടെ കൈകളായി. അവർ നാവിൽ പറഞ്ഞ വാക്കുകൾ സാധാരണ വാക്കുകളായി മാത്രമായി. നമ്മൾ ഓർക്കേണ്ടത്, നമ്മളൊക്കെ ഒത്തിരി കഴിവുള്ളവരാണ്, വ്യത്യസ്തരാണ്. മറ്റുള്ളവരിൽ നിന്ന് മേനി പറയാൻ കഴിയുന്ന വിധത്തിൽ എന്തൊക്കെയൊക്കെയോ കൃപകളും കഴിവുകളും അനുഗ്രഹങ്ങളും ഒക്കെ കിട്ടിയവരാണ്, ഒരു സംശയമില്ല. പക്ഷേ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഫോക്കസ് ചെയ്യപ്പെടേണ്ടത് ക്രിസ്തു അല്ലെങ്കിൽ തകർന്നു പോവും, മണ്ണടിഞ്ഞു പോവും, ഒന്നുമില്ലാണ്ടായിപ്പോവും. പിന്നീട് പറഞ്ഞ വാക്കുകളും ഉയർത്തിയ കരങ്ങളൊക്കെ വെറും അർത്ഥശൂന്യമാവും, സംശയമില്ല. ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്യാത്ത എന്ത് വാക്കുകളും എന്ത് പ്രവൃത്തിയും ഒന്നുമില്ലാതായി തീരുമെന്ന് തോറ്റുപോകുന്നുള്ള തെളിവാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം. നമ്മുടെ കഴിവിൽ, നമുക്ക് കിട്ടിയ അറിവിൽ, നമുക്ക് കിട്ടിയ വിളിയിൽ ക്രിസ്തു ഫോക്കസ്ഡ് ആവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ വിജയിക്കാൻ ക്രിസ്തു ആയിരിക്കണം മുമ്പിൽ, ക്രിസ്തു മാത്രമായിരിക്കണം മുമ്പിൽ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.